അതേ ഫസ്റ്റ് തന്നെ നമുക്കൊരു കട്ടൻ ചായ കുടിച്ചിട്ട് കുറച്ച് എനർജിയൊക്കെ കിട്ടിയിട്ട് നമുക്കിന്ന് നമ്മുടെ ജോലിക്ക് ഇറങ്ങാം. ഫസ്റ്റ് ഞാനിന്ന് സാമ്പാറാണ് വെക്കണത്. ഇന്ന് കാലത്ത് പുട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ കാലത്ത് പുട്ടുണ്ടാക്കുമ്പോൾ ഇവർക്ക് സാമ്പാർ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് സാമ്പാറാണ് ഉണ്ടാക്കണത്. സാമ്പാർ ഞാൻ വറുത്തരച്ചിട്ടല്ല, പൊടിയൊക്കെ ഇട്ട് സാമ്പാർ ഉണ്ടാക്കണത്. പരിപ്പ് വേവിച്ചു, അതിനുശേഷം കഷ്ണങ്ങളിട്ട് വേവിച്ചു, മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കഷ്ണങ്ങൾ വെച്ചു, എന്നിട്ട് പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചു, എന്നിട്ട് കടുക് കാച്ചുമ്പോഴാണ് ഞാൻ പിന്നെ സാമ്പാർ പൊടിയും മുളക് പൊടി അത് സാമ്പാർ കാച്ചുമ്പോഴാണ് ഞാൻ അതിനകത്ത് ഇടുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ വേപ്പില ഇട്ടിട്ട് കഴിഞ്ഞാൽ സൂപ്പറായി. സാമ്പാർ നല്ലൊരു ടേസ്റ്റ് വരും. ലാസ്റ്റ് വേപ്പിലയും മല്ലിയിലൊക്കെ ഇടുമ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ എൻ്റെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞ് മേമ്പൊടിക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു ഞാൻ. പിന്നെ കോളിഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവറിനെ ഞാൻ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുത്തു. നമുക്ക് കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കടലപ്പൊടി ഇടാം കേട്ടോ. പിന്നെ കുറച്ച് അരിപ്പൊടി ഇടാം നമുക്ക്. അപ്പോൾ നല്ല സ്മെല്ലിന് ഇത്തിരി മീറ്റ് മസാല ഇടാം, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് ഉപ്പിടാം, അത് ആവശ്യത്തിന് കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് വന്നത് കലക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ കുറച്ചായിട്ട് ഇട്ട് ഇളക്കാം കേട്ടോ. ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ കറി വെക്കാനാണ്, റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, റോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് കറി വെക്കാനാണ്. അപ്പം ഇത്രയും മസാല മതിയില്ലേ. നമ്മളിത് സവോള വെറുതെ വഴറ്റിത്തിരി മസാലപ്പൊടി ഇട്ടിട്ട് കോളിഫ്ലവർ വറുത്തത് ഇതിനകത്ത് ഇടുന്നുള്ളൂ. തക്കാളിയും വലിയ മസാലകളൊന്നും ആക്കുന്നില്ല. കാരണം അത് കാരണം കൊണ്ട് വെറുതെ സവോള ആക്കിയിട്ട് മീറ്റ് മസാല ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റ് അല്ലേ സാമ്പാറിനോട് കൂടി കഴിക്കാൻ. അങ്ങനെ അതിനകത്ത് ഇത്തിരി ഉപ്പും കുറച്ച് മുളക് പൊടിയും മസാലപ്പൊടി ഇട്ടിട്ട് വറുത്ത കോളിഫ്ലവർ ഇട്ടു. അപ്പോൾ ഇതൊരു കറിയായി. പിന്നെ പുട്ടുണ്ടാക്കി, സാമ്പാർ ഒഴിച്ചു, സാമ്പാർ പുട്ടും ഞങ്ങൾ കഴിച്ചു.